ഹലോ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു റിവ്യൂ നടത്തുന്നില്ല. കാര്യം പ്രത്യേകിച്ചൊന്നും നടത്താനില്ല, അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. സോ നമ്മൾ ഈ വീക്കെൻഡ് എപ്പിസോഡിനെ ഒന്ന് നോക്കാം. അത് ബേസിക്കലി ഇപ്പം നമ്മൾ ആദ്യം ശനിയാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിനെ പരിശോധിക്കും. ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചത്, അവിടെ നടന്ന തീം എന്താണെന്ന് ചോദിച്ചാൽ, ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ തീം ഇതായിരുന്നു: എങ്ങനെ ബിഗ് ബോസിൻ്റെ ഓമനപുത്രിയായ മുല്ല മോളെ വൈറ്റ് വാഷ് വെളുപ്പിക്കാം, എങ്ങനെ പോസിറ്റീവാക്കാം, എങ്ങനെ നെഗറ്റീവുകൾ മാറ്റിയെടുക്കാം, എന്നിട്ട് എങ്ങനെ ജിൻഡോയെ തകർക്കാം, മാനസികമായിട്ടും ശാരീരികമായിട്ടും എങ്ങനെ ജിൻഡോയ്ക്ക് നെഗറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാം, ഒരു മണ്ടൻ പരിവേഷം എങ്ങനെ കൂടുതലായിട്ട് ചാർത്തി കൊടുക്കാം. ഇതായിരുന്നു ഹഫീസ് ആൻഡ് ക്രൂവിൻ്റെ സാറ്റർഡേയിലെ പരിപാടി മോഹൻലാലിലൂടെ അവതരിപ്പിച്ചത്. അതെ, എൻ്റെ അഭിപ്രായം അതൊക്കെ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, ശരിക്കും ഈ കഴിഞ്ഞ എപ്പിസോഡും വീണ്ടും പൊതുജനത്തെ, അതായത് ബിഗ് ബോസ് കണ്ടവരെ അല്ലെങ്കിൽ കാണുന്നവരെ, നമ്മൾ പറയുന്ന പോലെ പറയത്തില്ലേ, പൊതുജനത്തെ കഴുതയാക്കുക, അതാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതുവരെ നടന്നതും ഇന്നലെ നടന്നതും അത് തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ വലിയ ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ നേരത്തെ ഇപ്പോൾ അത് കേൾക്കാനില്ല. ഇപ്പോൾ ആരെങ്കിലും ഒരാളെ എവിക്റ്റ് ചെയ്ത് മോഹൻലാലിൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു സ്ഥിരം സ്ക്രിപ്റ്റഡ് ചോദ്യം ഉണ്ടായിരുന്നു: ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവരെന്തായാലും പറയത്തില്ല സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർക്ക് അറിയാമെങ്കിൽ പോലും പറയത്തില്ല, നമുക്കറിയാം. ചുമ്മാ ചോദിച്ചത് നമ്മളെ കാണികൾ പൊട്ടന്മാരാണെന്നാണ് ഇവർ ധരിച്ചു വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആദ്യകാലങ്ങളൊന്നും അങ്ങനെ ആർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. അതെ, അതാണ്. ഇപ്പം നമ്മൾ 5 സീസണും കണ്ട്, 6ാമത്തെ സീസൺ കണ്ട് അതിൻ്റെ ഏതാണ്ട് ഒരു പകുതിയോ ആകാറായപ്പോഴാണ് നമുക്ക് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് നമുക്ക് ഒന്നും അറിയാം. അതായത് കുറച്ചൊക്കെ സ്ക്രിപ്റ്റ് ഉണ്ട്. അതെ, സ്ക്രിപ്റ്റ് ഉണ്ട്. അതായത് ചില ആൾക്കാരെ അവർ സപ്പോർട്ട് ചെയ്യും. ചിലരുടെ ഈ 24/7 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്യാമറ ആണ് പ്രേക്ഷകർ കാണിക്കേണ്ടതെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. എപ്പിസോഡിനകത്ത് ഏതാണ് കാണേണ്ടത്, ആരുടെ നെഗറ്റീവാണ് കാണിക്കേണ്ടത്, ആരുടെ പോസിറ്റീവാണ് കാണിക്കുന്നത്, ആർക്കാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കണം എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ അവർക്ക് ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതൊരു സ്ക്രിപ്റ്റാണ്. പിന്നെ ഈ വൈൽഡ് കാർഡിൽ കൂടെയും അല്ലാതെയും, പിന്നെ നമുക്കറിയത്തില്ല ആക്ച്വലി ഈ കൺഫ്യൂഷൻ റൂമിൽ ഇവരെ പ്രത്യേകം വിളിച്ച് സംസാരിക്കുന്നുണ്ടോ, അത് നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടോ ഒന്നും അറിയത്തില്ല. പിന്നെ ഗസ്റ്റായിട്ട് വരുന്നവരിൽ ത്രൂവിൽ ഒക്കെ ഹിൻസ് കൊടുക്കുക, ഫാമിലിയിൽ കൂടെ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും പ്രത്യക്ഷമായിട്ട്, ഇത്രയും അതായത് ഒരു അത്യാവശ്യം മൂളയുള്ള ഏതൊരു കാണിക്കും മനസ്സിലാകാവുന്നതായിട്ട് പോലും അത് ഒരു മടിയുമില്ലാതെ ബയസ്ഡ് ആയിട്ടുള്ള, അതിൽ ഒരു പാകിസ്ഥാനായിട്ടുള്ള ഒരു രീതി ബിഗ് ബോസിൻ്റെ ഓഫീസും ക്രൂവും അത് വന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മോഹൻലാലും കാണിക്കുന്നത് ഒരു ഭയങ്കര ഇതാണ്. ഒന്നുകിൽ ഇതാണ് അവർ വിചാരിക്കുന്ന ഈ പ്രേക്ഷകർ വെറും മണ്ടന്മാരാണ്, ഒന്നും മനസ്സിലാകത്തില്ല, കഴുതകളാണെന്ന്. അല്ലെങ്കിൽ ഇവർ വിചാരിക്കുന്നത് വി ഡോണ്ട് കെയർ, നിങ്ങൾ എന്ത് വിചാരിച്ചോളാം, ഞങ്ങൾക്ക് ഈ സംഭവം TRP വേണം, പിന്നെ ഇതുകൊണ്ട് TRP ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ വിചാരിച്ച ഒരു ആരൊക്കെയാണ് ഫൈനലിൽ വരേണ്ടത്, ആർക്കാണ് കപ്പ് വേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചു. അതിനിടയ്ക്ക് ആരെങ്കിലും വന്നാൽ അതിനെയെല്ലാം ഞങ്ങൾ വെട്ടി തകർത്തും. അതിന് ഞങ്ങൾ മരുന്ന് കൊടുക്കും, ഗുളിക കൊടുക്കും, പിന്നെ മോഹൻലാലിനെ കൊണ്ട് പിന്നെ ടോർച്ചർ ചെയ്യിപ്പിക്കും, മാനസികമായിട്ട് തളർത്താൻ നോക്കും. ഇതൊക്കെയാണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, അല്ലേ? അതെ, അതല്ലാതെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ ജിൻഡോ വളരെ സൈലന്റ് ആയി. എനിക്ക് തോന്നുന്നത് പുള്ളിയെ സെപ്പറേറ്റ് ഇതുപോലെ കൺഫ്യൂഷൻ കൊണ്ടുപോയിട്ട് ചിലപ്പം ഭീഷണിപ്പെടുത്തി കാണുമായിരിക്കും, നമുക്കറിയത്തില്ലല്ലോ. അതുപോലെ തന്നെ ഈ മെഡിസിൻ പുള്ളിക്കാരൻ എടുത്തില്ല എന്ന് പറയുന്നു. അത് പുള്ളിക്കാരൻ്റെ പിന്നെ സഹ മത്സരാർത്ഥികൾക്കുണ്ടായ സിബിൻ ഉള്ളപ്പോ ഇതുപോലെ ടാബ്ലറ്റ് കൊടുത്തപ്പം പുള്ളി കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ അത്യാവശ്യം ഇവര് മണ്ടന്മാരെന്ന് വിചാരിക്കുന്നതിലും ജിൻഡോ ശരിക്കും ബുദ്ധിയുള്ളവരാണ്, അതുകൊണ്ടാണ് കഴിക്കാനത്.
പക്ഷെ അതുകൊണ്ടല്ലേ ബിഗ് ബോസ് ചോദിക്കുന്നത്, ബിഗ് ബോസ് മോഹൻലാല ചോദിക്കുന്നെങ്കിൽ ഞാൻ ബിഗ് ബോസ് എന്നേ പറയത്തുള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്നത് പിന്നെ ഈ ക്രെഡിബിലിറ്റി ഉണ്ടാകും, അതായത് ഈ പറയുന്ന വൃത്തികേടുകളും തറത്തരങ്ങളും പിന്നെ അൺഎത്തിക്കലായിട്ടുള്ള പരിപാടിയും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് മോഹൻലാലിലൂടെ പറയുന്നത്. അത് പൈസ വാങ്ങിച്ചിട്ട് എന്തും പറയാനും എന്തും കാണിക്കാനും മോഹൻലാലിൻ്റെ നാണമില്ല, പിന്നെ നമുക്കൊന്നും പറയാനില്ല. എനിവേ ഈ ബിഗ് ബോസ് പിന്നെ ഗുളികയുടെ കാര്യം ചോദിക്കുന്നത് ഭയങ്കര കൺസേണാണ്. ജിൻഡോയുള്ള കൺസേണോടൊന്നും അല്ല, എങ്ങനെ ഇല തകർക്കാമെന്നുള്ള എന്തോ ഗുളികയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. സിബിൻ പറഞ്ഞ പോലെ സിബിന് പ്രാന്തിന്റെ ഗുളിക കൊടുക്കാൻ അവർ ട്രൈ ചെയ്തെന്ന് പറഞ്ഞ പോലെ ഇവരെ മാനസികമായിട്ട് ശരീരമായിട്ട്, കാര്യം അയാളിപ്പോൾ ഒത്തിരി തളർന്നിരിക്കുക, അതിക്ക് ഫുഡ് കൊടുക്കുന്നില്ല. പണ്ടൊക്കെ എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രോട്ടീൻ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ നിർത്തിവെച്ചു. അയാൾ പിന്നെ ഇപ്പം വർക്കൗട്ട് ചെയ്യുന്നില്ല, ശാരീരികമായിട്ട് ക്ഷീണിച്ചിരിക്കുന്നു, മാനസികമായിട്ട് ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങനെ അയാളെ ഏത് രീതിയിൽ ഇത് ചെയ്യാം. അപ്പം ഗുളികയോടെ കൊടുത്ത് അയാളെ വട്ടനാക്കിയിട്ട് ഇറക്കി ഒരു പിന്നെ അയാൾക്ക് അവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി പുറത്തു വിടാൻ വേണ്ടിയുള്ള ഒരു നാടകമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എങ്ങനെങ്കിലും മുല്ലമോക്ക് കപ്പ് കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ എല്ലാവരും കൂടെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കോർണർ ചെയ്യുകയാണ്. അത് ചെയ്യുന്നത് ഒരിക്കലും ഒരു എത്തിക്സ് ആയിട്ട് തോന്നുന്നില്ല, വളരെ മോശമാണ്. അങ്ങനെ ഒരിക്കലും ആരോടും അങ്ങനെ നമ്മൾ ആരും ചെയ്യരുത്. ഈ ഷോ സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ പക്ക സ്ക്രിപ്റ്റഡ് എന്ന് മാത്രമല്ല, ആ സ്ക്രിപ്റ്റഡ് ആണെന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്നു എന്ന് അവർക്ക് അറിയാമായിട്ട് പോലും അവർ കെയർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. കാര്യം ഈ 41ാമത്തെ എപ്പിസോഡ് മുതലാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കാൻ തുടങ്ങിയത്, ഇതിനോട് ഇത്രയും ദേഷ്യം തോന്നിയത്. ഈ ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് ഇത്രമാത്രം എല്ലാരെയും പുച്ഛത്തോടും ഒരുതരം എന്താ പറയുന്ന പുള്ളിക്കാരി സംതിങ് ആണെന്നുള്ള ഭാവം കാണിക്കുന്നത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചാണ്. നീയൊന്നും ഇവിടെ കിടന്നൊന്നും കളിച്ചോണ്ടൊന്നും കാര്യമില്ല, കപ്പ് അവസാനം ഇരിക്കാനാണെന്നുള്ള കോൺഫിഡൻസ് ആണ് പുള്ളിക്കാരി അവിടെ കിടന്ന് ഇത്രയും കിടന്ന ആളാണ്. അല്ലെ പിന്നെ ഒരു മനുഷ്യനോട് ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലാണ് ആ കൊച്ചു മുമ്പോട്ട് പോകുന്നത്. പേരൻസ് വന്ന് കുറച്ച് മാറ്റം എന്ന് പറഞ്ഞാല് വെളിയിലെ കാര്യം വന്ന് കുറച്ച് ഹിന്റ് അവിടെ കൊടുത്തു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇനിയും ഗെയിം മാറ്റി പിടിക്കണം അല്ലേ. അപ്പൊ ഇവള് ആൾക്കാർ പറയുന്നത് ഇവള് ജെന്യൂൻ ആണെന്ന് പറയുന്നത് റോങ് അല്ലേ. അപ്പൊ ഇവള് ഇതാണോ ഇവളുടെ ഇതാരും ചോദിക്കാത്ത എന്താന്ന് മനസ്സിലായി. ഇപ്പൊ ഇപ്പോഴത്തെ ജാസ്മിൻ ആണോ ജെന്യൂൻ അതോ നേരത്തെ ഉണ്ടായിരുന്ന ജാസ്മിൻ ആണോ? ഏതായാലും അത് രണ്ടും നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം ഫേക്ക് ആണ് അവള് ഇല്ലേ. എന്റെ വിശ്വാസത്തിൽ രണ്ടും ഫേക്ക് ആണ്. ഇവളുടെ ഒറിജിനൽ ഇതൊന്നും ആയിരിക്കത്തില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡില് അഭിഷേകുമായിട്ടുള്ള ഫൈറ്റിനെ പറ്റി മോഹൻലാല് ചോദിച്ചില്ല. അഭിഷേക് എന്തായാലും പറഞ്ഞ് നന്നായി പോയി, ആ വാഴയുടെ ചോട്ടിൽ പോയി വേറെ ആരെയും അവനെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചു. അവനത് പിന്നെ റിജക്റ്റ് ചെയ്തപ്പം ഇവക്കൊരു ഹ്യൂമിലിയേഷൻ ആയിപ്പോയി. എനിക്കെന്താടാ ഒരു കുറവ് എന്ന് ചോദിക്കുന്ന. അപ്പം നിനക്ക് കുറവേ ഉള്ളെന്ന് പറഞ്ഞത് പുള്ളിക്കാരിക്കൊരു പോരായ്മയായി പോയി. അതിനാണ് ഈ അഭിഷേകിനെ ടാർഗറ്റ് ചെയ്യുന്നു. ഉടനെ അവിടെ ശ്രീധുവിനെ പറഞ്ഞ ആള് താഴെ മാറി അഭിഷേകിനെ ഇട്ടു. പക്ഷെ ഈ അഭിഷേക് അതുകൊണ്ട് അഭിഷേകിന് 3-4 വോട്ട് ഇതുകൊണ്ട് കിട്ടത്തേ ഉള്ളൂ. ഒരു ഇത് കാര്യം ജിൻഡോ ബുദ്ധിമാനാണെന്നുള്ളത് വീണ്ടും തെളിയിച്ചാണ്. ജിൻഡോ ആണ് ആക്ച്വലി ഇപ്പൊ ഇവിടെ അവിടെ അടങ്ങിയിരിക്കുമായിരുന്നു. അടങ്ങിയിരുന്ന് അവളെ പോയി നീ എല്ലാവരുടെയും മുട്ടണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അഭിഷേക് പറഞ്ഞ പോലെ ഇവിടെ പറഞ്ഞു വിട്ട് 10 വോട്ട് ഇവിടെ കുറപ്പിക്കാൻ നോക്കുക. അത് അവൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വോട്ടൊന്നും പ്രശ്നമില്ല, എന്ത് വന്നാലും മുല്ലയ്ക്കേ കൊടുക്കത്തുള്ളെന്ന് ബിഗ് ബോസ് തീരുമാനിച്ചാൽ പിന്നെ ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? പിന്നെ എനിവേ ഇത് ശനിയാഴ്ചത്തെ കാര്യം നമുക്ക് എളുപ്പം പറഞ്ഞു തീർക്കാം. അതിനു മുമ്പ് ക്യാപ്റ്റൻസി ടാസ്കിനെ പറ്റി പറയാം. അതിനു മുമ്പ് വേറൊരു കാര്യം പറയണം. ഈ ഇപ്പം സിബിന്റെ കേസില് ജസ്റ്ററിന്റെ പുറത്താണല്ലോ ബിബിനെ ഇത്രമാത്രം തകർത്ത് തരിപ്പണമാക്കി പുറത്ത് കളഞ്ഞത്. അതേ സെയിം സംഭവമാണ് ഇപ്പം ഇന്നലെ ഒരു ഭയങ്കര സംഭവമായിട്ട് ഇവിടെ കിടന്ന് ഉണ്ടാക്കിയത്. ഈ നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ മോഹൻലാൽ അല്ല പറയുന്നത്, അവിടുന്ന് പിന്നെ ഹഫീസിന്റെ ഇൻസ്ട്രക്ഷൻ ടെലിപ്രോംപ്റ്ററിൽ കൂടെ മറ്റേ മൈക്ക് കൂടെ ഇതിൽ കൂടെ ഒക്കെ ആണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും മോഹൻലാലിൻ്റെ ഇത് പറയുന്നത് ആൾക്കാർ കേൾക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ കുറ്റം പറയുമ്പോൾ അല്ലെ ശകാരിക്കുമ്പം നമ്മൾക്കത് പറയാനുള്ള മോറൽ റൈറ്റ്സ് ഉണ്ടോ എന്നൊന്ന് ആലോചിക്കണം. ഈ ജസ്റ്റിസിന്റെ കാര്യം പറഞ്ഞില്ലേ, മോഹൻലാൽ ഏഷ്യാനെറ്റിന്റെ ഒരു അവാർഡ് ഫംഗ്ഷനിലെ മമ്മൂട്ടി ഒരു വശത്തും സിദ്ദിഖ് ഒരു വശത്തും നിന്നുകൊണ്ട് ഒരു ജസ്റ്റർ കാണിച്ചായിരുന്നു.
ഒരു ഇത്രയും പ്രായമുള്ള ഒരാളെ, ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ആള് ഏറ്റവും മുമ്പന്തിയിൽ നിന്നിട്ട് ക്യാമറയെ ഫേസ് കൊണ്ട് കാണിച്ച ആ ജസ്റ്ററിനെ പറ്റി എന്താണ് മോഹൻലാലിന് പറയാനുള്ളത്? ഇവർ കാണിച്ച ജസ്റ്റേഴ്സ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തിൽ ഒന്നുപോലും സിവിയറിറ്റി ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പം അത് ഇത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യരുത് മോഹൻലാല്. പക്ഷേ ജിൻഡോ കാണിച്ച ജസ്റ്റർ പൊതുവെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അതിനകത്ത് രസം എന്താ, പിന്നെ സിബിനെ ചാടിച്ച പോലെ ഒരു സീൻ ഉണ്ടാക്കാൻ ജാസ്മിൻ ട്രൈ ചെയ്തു. പക്ഷേ ജിൻഡോ വാദിയെ പ്രതിയാക്കി കളഞ്ഞു. അവസാനം മോഹൻലാല് എന്താ അവര് ബിഗ് ബോസിന്റെ തിരിച്ചു പറഞ്ഞു. അതായത് അയലല്ല കുറ്റക്കാരൻ, അയലെ അവഹേളിക്കാൻ നോക്കി പിന്നെ ജിൻഡോ അല്ല പിന്നെ മോശം കളി കളിക്കുന്നത് ജാസ്മിൻ ആണെന്ന് പറഞ്ഞ്, അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസും മോഹൻലാലിനും ജാസ്മിനും വാടി കൊടുത്ത് അടി വാങ്ങിച്ച പോലായി. അത് തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഓഫീസ് അവിടുന്ന് പിന്നെ ക്രൂ വിളിച്ചു പറഞ്ഞു മോഹൻലാലിനോട് ബ്രേക്ക്. കാര്യം പിന്നെ പറയാനുള്ള അവസരം, അതിന്റെ ബാക്കി പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, എന്തെങ്കിലും പറയണ്ട, അതങ്ങനത്തെ അവസരം ഇല്ലാതാക്കാൻ വേണ്ടി ഉടനെ ബ്രേക്ക് പറഞ്ഞു. അവര് വിചാരിച്ചില്ല ജിൻഡോ ഇങ്ങനെ ജയിലിലെ കഥ പറയുമെന്ന്. ആ സമയത്ത് ജാസ്മിന്റെ ആ മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് കാണാം, ചത്ത ശവം പോലെ അവളിങ്ങനെ. ശരിക്കും ഈ വിഷയം തന്നെ വംശീയ അതിശയം, അയാളുടെ കളറിനെ വരെയാണ് ഇവളും ഈ ഗബ്രിയും കൂടെ പിന്നെ അവഹേളിച്ച്. ഇതൊന്നും ആരും ചോദിക്കാം. അതേസമയം കളറിനെ പറ്റി നമ്മൾ ആരും അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. എല്ലാം എന്ത് കളറിൽ എന്തോ ഇവള് വെളുത്തിരിക്കുന്ന കൂതറയല്ലേ, വെറും തറ അല്ല. ഞാൻ പറയുവാ, ഞാൻ പറഞ്ഞു ഇപ്പൊ ഇയാളെ പറയുവാണെങ്കിൽ പിന്നെ നമുക്കും പറഞ്ഞുകൂടെ? നമ്മളെല്ലാം പറയേണ്ട കാര്യമല്ല. പക്ഷെ ആ കൊച്ചിന് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതാണ്. ഒന്ന് അവൾ പഠിച്ച സ്കൂളിന്റെ അല്ലെ അവളിപ്പോ വലിയ സെലിബ്രിറ്റി ആണെന്ന് പറയുന്ന അവള് സഹകരിച്ച ആൾക്കാരുടെ ഇതൊന്നും തന്നെ ആ കൊച്ചു കാണിക്കുന്നേ ഇല്ല. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഈ ജാസ്മിനെ ഇങ്ങനെ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് അറിയത്തില്ല, ഈ ഇതിനകത്തൂടെ കണ്ടതേ ഉള്ളൂ. നമുക്ക് അവരോട് പേഴ്സണൽ ആയിട്ടുള്ള വിരോധമോ സംഭവം. പക്ഷെ ഈ ബിഗ് ബോസ് ആണ് ഈ മറ്റുള്ളവരെ കൊണ്ട് ഈ ജാസ്മിനെ ഇത് പറയിപ്പിക്കുന്നത്. കാര്യം ബിഗ് ബോസ് അനാവശ്യമായി ഈ ജാസ്മിനെ മറ്റുള്ള മൊക്കാനും ജാസ്മിനെ എതിർക്കുന്ന ആൾക്കാരെ തകർക്കാനും നോക്കുന്ന ഇത് കാണുമ്പോഴാണ് നമുക്ക് ഈ ജാസ്മിനോട് ഇത് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ജാസ്മിനോടല്ല ശരിക്കും പറഞ്ഞ ഈ വിരോധം, ഇത് കാണിക്കുന്ന ബിഗ് ബോസിനോടാണ് ഞങ്ങൾക്ക് വിരോധം. മനസ്സിലായി? ഇപ്പൊ കൂതറ തറാന്നൊക്കെ നമ്മൾ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ ഉദ്ദേശിച്ചല്ല, അതിനേക്കാൾ കൂടുതൽ ബിഗ് ബോസിനെ ഉദ്ദേശിച്ചു. ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു ഫിഷി സ്മെൽ ഉണ്ട്, ഇല്ലെന്ന് ആര് പറഞ്ഞാലും ശരിയല്ല, അത് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഭയങ്കര പേര് പറഞ്ഞ കേസ് പേരല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുന്ന വ്യത്യാസം. ഒരാളെ മാത്രം കോർണർ ചെയ്ത് അവർക്കെതിരായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അവരെ തകർത്തിരുത്തുക, അതെന്തോ ഉള്ളത് കൊണ്ട് തന്നെ മാത്രമാണ്. അത് പബ്ലിക്കായിട്ട് എന്ത് തോന്നിവാസവും കാണിക്കാം, പബ്ലിക്കിനെ കാണിക്കാം. അത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന് വിലക്ക് ഏത് കോടതി ആയതൊന്ന് വിലക്കുന്നത് കാണിക്കണം. ഇപ്പൊ ഗബ്രിയെ ആദ്യം അവസാനം പറഞ്ഞ ഏറ്റവും ലാസ്റ്റില് കൊടുത്ത ഫ്രണ്ടിന് സിജോ ചോദിച്ചവന് ഫ്രണ്ട് എന്ന നിലയില് കിസ് കൊടുത്ത, ഞാൻ കിസ്സിന് കൊടുക്കുന്നതിന് എതിരായിട്ട് കൊടുത്തല്ലോ പറഞ്ഞത് ഗബ്രിക്കാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഗബ്രിക്ക് ആ ഒരു ഫ്രണ്ടിന്റെ ലെവലിൽ പോയ ഒരു രീതിയിലുള്ള പോക്കാരനെ ആ പുള്ളിക്കാരൻ പുറത്ത് പോയപ്പോൾ പിന്നെ ഫോട്ടോ എടുത്തു വെച്ച് കരയേണ്ടതിന്റെ ആവശ്യം എന്തോ? ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പം കരച്ചിലൊന്നുമില്ല, അതെല്ലാം കളഞ്ഞു. ഇപ്പം ഗബ്രിയുടെ വിരോധമൊക്കെ മാറി. വെള്ള ഡ്രസ്സൊക്കെ ഇപ്പം ഗുഡ്ബിയെ പറ്റി പിന്നെ വേറെ ആരെങ്കിലും കുറച്ചു നാൾ അർജുനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പിന്നെ അഭിഷേകിനെ നോക്കി, പിന്നെ ഇപ്പം സിജോ എന്താണെന്ന് എനിക്കറിയത്തില്ല. വാട്ടവർ ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മള് ഇത് പറഞ്ഞപ്പം എന്താ പറയുന്നത്, ഈ ഒരു കേസിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം ജാസ്മിനോട് ഇത് നമ്മൾ പറഞ്ഞല്ലോ, ജാസ്മിനോട് ഇങ്ങനെ കാണിച്ചപ്പം പിന്നെ ഇവരാരും ഒന്ന് ചോദിച്ചില്ലെന്ന് പറഞ്ഞ പോലെ ഒരു കാര്യമുണ്ട്. ഈ മോഹൻലാൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഇത് വീട്ടിൽ കാണിക്കുമോ നിങ്ങളെന്ന് ചോദിച്ചു. ഈ ജാസ്മിനോടും ഗബ്രിയോടും എന്താ ചോദിക്കാൻ, നിങ്ങൾ ഇത് വീട്ടിൽ കാണിക്കുമെന്ന് നമ്മളിതുവരെ കേട്ടിട്ടില്ല അങ്ങനത്തെ ചോദ്യം. അല്ലാതെ മറ്റുള്ളവരോട് ചോദിക്കും ഇത് നിങ്ങൾ വീട്ടിൽ കാണിക്കുമോ, ഇത് മറ്റുള്ളവർ നിങ്ങളെ കാണിച്ചാൽ എങ്ങനെ ഇരിക്കും, ഈ ചോദ്യമൊന്നും ഈ ഇവരോടൊന്നും ചോദിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. അതെ, എന്തൊരു റെസ്പെക്ട് എന്താണ് അന്നേരത്തെ മോഹൻലാലിന്റെ ഒരു ഭാവം, അതായത് എന്തൊരു സ്നേഹം, സന്തോഷം,
എന്തൊരു ഭവ്യത. അതേസമയം ജിൻഡോ അത് കഴിഞ്ഞ ഇതെല്ലാം കറിഞ്ഞു ജിൻഡോ എന്താ ജിൻഡോക്കാണ് പറയാനുണ്ടല്ലോ. അതേസമയം ബാക്കിയുള്ള മിക്കവാറും കാൻഡിഡേറ്റുകളിൽ ഇപ്പം ഈ ഋഷിയുടെ എടുക്കൽ ഇന്നലെ എന്തോ ഇങ്ങനെ ചൂടാകുന്നുണ്ട്. ഞാൻ ലാസ്റ്റില് ഏതോ അഭിഷേകിനോട് മാത്രം എന്താ ഫാമിലിയുടെ ഇത് കഴിഞ്ഞ ശേഷം മോനെ ഒന്ന് വിളിക്കുന്നുണ്ട്. അന്ന് ജിൻഡോയെ ഒന്ന് വിളിച്ചു. അതെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ചില ഒത്തിരി ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർ ചോദിക്കുന്നത്, അവർ നമ്മളോട് ഇങ്ങനെ ചില ആൾക്കാർ ജാസ്മിൻ്റെ ഫാൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ പറയാൻ, നിങ്ങൾക്ക് ഈ ജാസ്മിനെ മാത്രമേ കുറ്റം പറയാനുള്ളൂ, അവള് കൊച്ചുപണി ഇങ്ങനെ ചെയ്യുന്നു. ഞങ്ങൾക്ക് ജാസ്മിനോട് ഒരു പ്രത്യേകതയില്ല. പക്ഷേ ജാസ്മിനാണ് അവിടെ ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ടാണ് ജാസ്മിനെ പറ്റി പറയേണ്ടി വരുന്നത്. ഈ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ പിന്നെ ബയസ്ഡ് ആയിട്ട് ഫേവർ ചെയ്യുന്നത് ജാസ്മിനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. ഇത് ഞങ്ങളുടെ കുറ്റമല്ല, വേറെ ആരെയും അങ്ങനെ പറയാനില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാത്തത്. മനസ്സിലായില്ലേ? വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. നിങ്ങളൊന്ന് തന്നെ ആലോചിക്കുന്നത്, ഇതുപോലത്തെ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയ വേറെ ഏതെങ്കിലും കോണ്ടസ്റ്റന്റ് ഉണ്ടോ അവിടെ? ഇതുപോലെ മറ്റുള്ളവരെ വൃത്തികേട് പറയുകയും അവഹേളിക്കുകയും ചെയ്യുന്ന വേറെ ഏതെങ്കിലും കോണ്ടസ്റ്റന്റ് ഉണ്ടോ? ഇതുപോലെ നാടകം കളിക്കുന്ന ഫേക്ക് ഗെയിം കളിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇതുപോലെ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്ന വേറെ ഏതെങ്കിലും കോണ്ടസ്റ്റന്റ് ഉണ്ടോ? ഇല്ല. അതാണ് കാരണം. അതുകൊണ്ടാണ് എപ്പോഴും ഞങ്ങൾ മാത്രമല്ല, മിക്കവാറും ഉള്ള ചാനൽ റിവ്യൂവിൽ അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ മീഡിയ റിവ്യൂവിലെല്ലാം ഈ ജാസ്മിന്റെ പേര് വരുന്നത്. ഇനിയിപ്പോ വേറൊരു കാര്യം പറഞ്ഞാൽ, എന്തായാലും മോഹൻലാല് ഒരു കാര്യം എന്താ പറയുന്നത്, ജിൻഡോയ്ക്ക് വേണ്ടി ബിഗ് ബോസിനോട് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അതായത് വേറൊന്നുമല്ല, കണ്ണാടിയെ പറ്റി. ബിഗ് ബോസിനകത്ത് പല പ്രാവശ്യം ഇതിനു മുമ്പും ജിൻഡോ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പുള്ളിയുടെ ഐസൈറ്റിൻ്റെ ഇഷ്യൂവിനെ പറ്റി. അതാരും മൈൻഡ് ചെയ്തിട്ടില്ല. ഈവൻ കൂടെയുള്ള കണ്ടസ്റ്റൻ്റ് എടുക്കലും അത് വായിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെയും, അതായത് ഏകദേശം ഇത് ഷോ തീരാറായ സമയത്ത് മോഹൻലാൽ ഒരു ഓഫർ ചെയ്തു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്ന് കണ്ണാടിയുടെ ജിൻഡോയെ കളിയാക്കുന്ന രീതിയാണോ എന്തോ അറിയില്ല. അതായത് എത്ര ഐസൈറ്റ് ആണെന്ന് അറിയാവോ, എന്താണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ജിൻഡോയെ കളിയാക്കാൻ നോക്കിയില്ലയോ, നിങ്ങളാണ് സ്വയം കളിയാക്കപ്പെട്ടത്. എന്താണെന്നറിയോ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഈ പവർ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഈ ലെൻസ് ഏതെങ്കിലും ഒപ്റ്റിക്കൽ ഷോപ്പിൽ കൊണ്ടുകൊടുത്താൽ അവര് പവർ അറിയുമെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതോ അറിയത്തില്ലെന്ന് സ്വയം അവരുടെ ക്യാമറയെ അഫക്ട് ചെയ്യുന്ന സാധനമാണെങ്കിൽ അതിന് പ്രതിവിധി കാണാൻ ഈ ലോകത്ത് വേറെ ഒരു മാർഗവും ഇല്ല ഇത്ര നാളായിട്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാള് കണ്ണിന് കാഴ്ച ആവശ്യമുള്ള വിഷൻ ആവശ്യമുള്ള മത്സരങ്ങളിലൊക്കെ അയാളെ പൊളിക്കാന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. അതാണ് ഇപ്പൊ ക്യാപ്റ്റൻസി ടാസ്ക് നഷ്ടപ്പെട്ടത്. കാര്യം ചിലപ്പോൾ അയാൾക്കുണ്ടായിരുന്നെങ്കിൽ പിന്നെ അയാൾ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. 1 പോയിന്റ് 1.5 പോയിന്റ് വ്യത്യാസമേ ഉള്ളായിരുന്നു. അത് ചിലപ്പം പുള്ളി ജയിച്ചനായിരുന്നു. അപ്പൊ അത് തകർക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അപ്പൊ ഈ ഗെയിമിൽ തന്നെ പറയാം. ഇപ്പം ഇതിനകത്ത് തന്നെ എന്തുവാണ്, മോഹൻലാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കുക. അയാൾ പറയുന്ന ഉത്തരം കൺഫ്യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കൺഫ്യൂസ് ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരു എളിപ്പൻ ചോദ്യമുണ്ട്, അവൻ ചുമ്മാ പറഞ്ഞാണോ? അപ്പൊ അയാൾ മണ്ടനാ. ഈ 2 വശത്തേക്കുന്ന കള്ളന്മാര് ഭയങ്കര മിടുക്കന്മാരുമാണ്. ഇവന്മാരെന്തുവാ നേടിയത്? ഈ ജിൻഡോ പിന്നെ 10ാം ക്ലാസ്സും ഗുസ്തിയുമായിട്ട് അയാൾ ഇത്രയും നേടിയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 കള്ളന്മാരെന്തുവാ നേടിയത്? അല്ല, ഞാനൊരു മോഹൻലാലിനോട് ചോദിക്കാം. മോഹൻലാൽ ഭയങ്കര മിടുക്കാണല്ലോ. ഇപ്പം ഈ ബിസിനസ് അവരുടെ ഈ ടേസ്റ്റ് ബഡും മറ്റേ അങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസായത് മണ്ടത്തരം കൊണ്ടാണോ അതോ മിടുക്കൊണ്ടാണോ? ആന്റണി പെരുമ്പാവൂർ വന്നാണ് ബിസിനസ് ചെയ്തത്. അത് പോട്ടെ, നിങ്ങൾ അഭിനയിക്കുന്നു, നിങ്ങളുടെ അഭിനയം ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം പറയാം മോഹൻലാൽ, ഇത് വീണ്ടും പറയാണ്, ഞങ്ങൾ 1-2 പ്രാവശ്യം പറഞ്ഞാണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ബഹുമാനിച്ച ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബഹുമാനിച്ച നടനായിരുന്നു ഈ അടുത്ത കാലം വരെ. ഈവൻ ഈ മോശം പടങ്ങളൊക്കെ അഭിനയിച്ച് പാളീസായി പോയപ്പോഴും മോഹൻലാലിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വരെ ഞങ്ങൾ മോഹൻലാലിന് വേണ്ടി വാദിച്ചിട്ടുള്ള സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ 5 സീസണിലും ഞങ്ങൾക്ക് പ്രശ്നമായിരുന്നു. ഈ 41ാമത്തെ ഈ സീസണിലെ 41ാമത്തെ എപ്പിസോഡ് മുതൽ മോഹൻലാലിനോടുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും പോയി എന്ന് തന്നെ പറയാം. അല്ല, ഇതെല്ലാം ഇത്രേ ഉള്ളൂ. ബിഗ് ബോസിനകത്ത് കയറുന്നവരെല്ലാം അവരവരുടെ തനി സ്വഭാവങ്ങളാണ് കാണിക്കുന്നത് എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് മോഹൻലാലും. മോഹൻലാൽ തനി സ്വഭാവം കാണിക്കുന്നൊന്നും അല്ല. ഇത് മോഹൻലാലിന്റെ സ്വഭാവമല്ല. ഇത് മോഹൻലാൽ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അല്ലെ ടെലിപ്രോംപ്റ്ററിൽ കൂടെ കൊടുക്കുന്ന സ്വത്ത്
അല്ലെ പിന്നെ ഇയർഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അയാൾ വിളിച്ചു പറയുന്നുള്ളൂ. പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ വിളിച്ചു പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാനുള്ള അത്യാവശ്യം ബേസിക് എത്തിക്സ് ഉണ്ടാകണം. മനസ്സിലായി? അതായത് നക്കാപ്പിച്ചയല്ല, നിങ്ങളെ സംബന്ധിച്ചോളം നക്കാപ്പിച്ചയായ പൈസയ്ക്ക് വേണ്ടി ഇതുപോലത്തെ വൃത്തികേടുകൾ കാണിക്കരുത്. അതാണ് നിങ്ങളോട് ബഹുമാനം, സന്തോഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ന ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള വെറും അതായത് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്ന ഈ ഷോയ്ക്ക് വേണ്ടി നിങ്ങൾ 10-40 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ, ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് തകർന്ന് തരിപ്പഴമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുകയാണ്, ഞാൻ അതിനൊരു ഉദാഹരണമാണ്, എൻ്റെ വൈഫ് അതിന് ഉദാഹരണമാണ്, എനിക്കറിയാവുന്ന പല ആൾക്കാരും അതിന് ഉദാഹരണമാണ്. എനിവേ, ഒറ്റ കാര്യം കൂടി ഈ ശനിയാഴ്ചത്തെ എപ്പിസോഡിനെ പറ്റി പറയാം. ഈ ക്യാപ്റ്റൻസിന്റെ കാര്യം, ക്യാപ്റ്റൻസ് മത്സരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പുള്ളിയെ കളിയാക്കുക, പുള്ളിയെ ഹ്യൂമിലേറ്റ് ചെയ്യാൻ നോക്കുക, മനസ്സിലായില്ലേ? ഇതായിരുന്നു ആ ഇതിനകത്ത്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ പാവം എന്താ പറയുന്നത്, ജിൻഡോ പല എപ്പിസോഡിൽ ഇരുന്ന് ചിലപ്പോ ഇങ്ങനെ കണ്ണടച്ചു പോകുന്നത് പുള്ളിയുടെ ആ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ആ ഒരു മെന്റൽ ഇഷ്യൂ കൊണ്ട്, മെന്റൽ ഐ മീൻ ചെയ്തത് എന്തെങ്കിലും ഒരു കാര്യം സത്യമാണ് കേട്ടോ. ഇവരെ ഈ ഹഫീസ് ആൻഡ് പാർട്ടി വിചാരിക്കുന്ന ഇവരെ ഏതാണ്ടൊരു പുതിയ വേറൊരു പ്ലാനറ്റിൽ ഏതാണ്ട് വേറെ വേറൊരു ലോയുടെ കീഴില് അല്ലെങ്കിൽ വേറൊരു ലീഗൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രത്യേക ഒരു ഇതില്ല, അത് അവിടെ എല്ലാം പ്രത്യേക നിയമങ്ങളാണ്, പുറത്തെ നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകമാകുന്നു. ഞാനൊരു കാര്യം പറയാം, ഈ സീസൺ കഴിയുമ്പോണ്ടല്ലോ ഈ ബിഗ് ബോസിനും എൻ്റെ മോൾ ഷോ എൻ്റെ മോളിനും പിന്നെ ഏഷ്യാനെറ്റ് ഹോട്ട്സ്റ്റാറിന് വെബ്സൈറ്റ് ഇഷ്ടം പോലെ ലിറ്റിഗേഷൻ വരും. 100% ഉറപ്പാണ്. ഈ ഹഫീസ് എന്ന് പറയുന്ന മനുഷ്യന് കൂട്ടിക്കിടക്കും കുറേ നാൾ. ഞാൻ എഴുതി വെച്ചേരാം. കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇതുവരെ ആരും മിണ്ടിയിട്ടില്ല. ഇപ്പൊ ഇത് പ്രത്യക്ഷമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി, സാധാരണക്കാർക്ക് വരെ മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് ഇത് നിങ്ങളുടെ മിക്കവാറും നിങ്ങളെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ ഈ ജാസ്മിനെ പിന്നെ കപ്പ് കൊടുക്കാൻ വേണ്ടി കളി കളിക്കുവാണെങ്കിൽ അടുത്തൊരു സീസൺ ഉണ്ടാകത്തില്ല. കാര്യം കപ്പിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, അതിനു മുമ്പ് അതിനകത്ത് കാണിക്കുക, അതിനകത്ത് ഒരു എന്താ പറയുന്ന ഒരു നീതിയല്ലാത്ത പോക്കൊന്ന് അവസാനിപ്പിക്കുക. കപ്പ് നമുക്ക് പിന്നീടുള്ള കാര്യം വേണ്ടി ഞാൻ വിധി കാണിച്ചു. അതായത് ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ തോന്നിവാസങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് ഈ കപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കപ്പ് കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാം നേടും. കപ്പ് കൊണ്ടെന്ന് പറഞ്ഞാൽ കപ്പ് കിട്ടുമ്പം 50 ലക്ഷം രൂപ കിട്ടും, പിന്നെ ഫേമസ് ആകും, സിനിമ മൂവികളിലെ ചാൻസ് കിട്ടും, ഇതൊക്കെ ആയിരിക്കും. അറിയത്തില്ല. പിന്നെ ഹഫീസിന്റെ കസിനാണെന്ന് പറയുന്നു, അച്ഛന്റെ ബ്രദറാണെന്ന് പറയുന്നു, അല്ല വേറെ ഏതാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നാണക്കേടായി പോകുന്നു ഈ ഷോ എന്നുള്ള സത്യം.